കേരള രാഷ്ട്രീയ പാർട്ടികളിലെല്ലാം തലമുറ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കെ സംസ്ഥാന കോൺഗ്രസിലും നേതൃമാറ്റ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും പല കാരണങ്ങളുടെ പേരിൽ നീണ്ടുപോവുകയാണ്. കോൺഗ്രസ് സംഘടനയിൽ KPCC അധ്യക്ഷനെ മാറ്റണമെന്ന ആവശ്യം ശക്തമാണ്. എന്നാൽ ഇക്കാര്യം നിലവിലെ KPCC അധ്യക്ഷനെ ബോധ്യപ്പെടുത്താനാകാത്തതാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് മുന്നിലെ പ്രധാന പ്രതിസന്ധി. സംഘടനയിൽ ചേരിതിരിവുകൾ ഉള്ളതിനാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുന്നേ സുധാകരന്റെ കസേര തട്ടാനുള്ള തീരുമാനങ്ങളും ഒരു വിഭാഗത്ത് നടക്കുന്നുണ്ട്. പല വേളകളിലും സുധാകരനോടുള്ള അവമതിപ്പ് പാർട്ടിക്കുള്ളിലെ നേതാക്കൾ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. 2021 കെ സുധാകരൻ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നത്. 2021 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF പരാജയപ്പെട്ടപ്പോൾ അന്നത്തെ KPCC പ്രസിഡന്റായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ രാജിവെച്ചതോടെയായിരുന്നു സുധാകരൻ ആ സ്ഥാനം ഏറ്റെടുത്തത്. എന്നാൽ വലിയ ചലനങ്ങൾ സുധാകരനും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം KPCC ആസ്ഥാനത്ത് പോലും കെ സുധാകരൻ എത്താത്തതും ദേശീയ നേതൃത്വം വിലയിരുത്തിയിട്ടുണ്ട്. കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി കേരള പാർട്ടിയിലെ പ്രതിസന്ധികൾ ദേശീയ നേതൃത്വത്തിന് മുന്നിൽ കൃത്യമായി അവതരിപ്പിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ മുൻനിർത്തിയാണ് നേതൃനിരയിൽ മറ്റൊരു നേതാവിനെ കണ്ടെത്താനുള്ള ആലോചനകളും തുടങ്ങിയത്. പദവി ഒഴിയുന്നതിൽ അതൃപ്തി പ്രകടിപ്പിച്ച സുധാകരൻ സ്ഥാനമാറ്റമുണ്ടായാൽ വെറുതെ ഇരിക്കില്ല എന്ന മുന്നറിയിപ്പുകളും നൽകിയിരുന്നു. അതേസമയം സുധാകരന് പിന്തുണ അറിയിച്ച് ശശി തരൂർ അടക്കം രംഗത്തെത്തിയിരുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ വിജയം നേടിയ കാര്യങ്ങളടക്കം എടുത്തു പറഞ്ഞായിരുന്നു തരൂർ സുധാകരനെ പിന്തുണച്ചത്. കോൺഗ്രസിലെ മറ്റ് മുതിർന്ന നേതാക്കളും സുധാകരന്റെ പിന്തുണയും അറിയിച്ചിരുന്നു. സംസ്ഥാന കോൺഗ്രസിനുള്ളിലെ പ്രതിപക്ഷ നേതാവും സുധാകരനും തമ്മിലുള്ള രസക്കേടുകൾ പൊതുവിഷയമായി മാറിയതാണ്. KPCC അധ്യക്ഷനെയും പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട നേതാക്കളെയും മൂലക്കിരുത്തി ഏകപക്ഷീയമായ തീരുമാനങ്ങൾ, സതീശന്റെ ഏകാധിപത്യത്തോടുള്ള എതിർപ്പ് സുധാകരൻ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞ വിഷയങ്ങളും ഉണ്ടായിരുന്നു. KPCC വിഷയത്തിലും സതീശന്റെ നിലപാട് പ്രതികൂലമായിരുന്നു. അധ്യക്ഷ സ്ഥാനത്ത് മാറ്റം വന്നാലേ കോൺഗ്രസ് പ്രതിസന്ധികൾക്ക് പരിഹാരം ഉണ്ടാകുള്ളൂ എന്ന വാദങ്ങൾ സതീശൻ പക്ഷം പരാമർശിച്ചിരുന്നു. നിലവിൽ ഇലയ്ക്കും ഉള്ളിലും കേടുവരാത്ത രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാനാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം. നിർബന്ധപൂർവ്വം മാറ്റുന്നതിന് പകരം സംഘടനയെ ചലിപ്പിക്കാൻ മറ്റു മാർഗം എന്ന നിലയ്ക്കാണ് ഹൈപ്പവർ കമ്മിറ്റിയുടെ ആലോചന. KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ്, മുൻ KPCC അധ്യക്ഷന്മാർ, കേരളത്തിൽ നിന്നുള്ള വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ മാത്രമടങ്ങുന്ന കോർ കമ്മിറ്റിക്ക് രൂപം നൽകാനാണ് ശ്രമം. താൽക്കാലിക ആശ്വാസത്തിന് ഹൈപ്പവർ കമ്മിറ്റി ഗുണകരമാണെന്നാണ് സംഘടനാ ഭാരവാഹികൾ പറയുന്നത്. നിലമ്പൂർ തെരഞ്ഞെടുപ്പും പിന്നാലെ എത്തുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുമാണ് പാർട്ടിയുടെ ആദ്യ കടമ്പ. കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടായില്ലെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം തോൽവിയുണ്ടായേക്കാം. 2021 തനിയാവർത്തനം ഉണ്ടാകുമോ എന്ന ആശങ്കയും ദേശീയ നേതൃത്വത്തിനുണ്ട്. അധികാരം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ സുധാകരനും കുറച്ചധികം വിയർക്കേണ്ടി വരും. നിലമ്പൂരിലെ വിധിയും മറിച്ചാണെങ്കിൽ സുധാകരന് കിരീടം തിരികെ നൽകിയേ മതിയാകൂ.